എല്ലാവർക്കും നമസ്കാരം. വിചാരണയുടെ മറ്റൊരു ലക്കമാണ്. ഇന്ന് കേരളം ലവലേശം പോലും ഗൗരവമില്ലാതെ ആഘോഷിച്ച ഒരു കല്യാണ മാമാങ്കത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇക്കഴിഞ്ഞ മാർച്ച് 11 തിരുവനന്തപുരത്ത് നമ്മുടെ മഹാധരണീയനായ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഒരു ക്ഷേത്രമുണ്ട്, നയനാർ ക്ഷേത്രം. ആ നയനാർ ക്ഷേത്രത്തിൽ വെച്ച് അതിഗംഭീരമായ VIP പരിവേഷമുള്ള ഒരു വിവാഹം അവിടെ കൂടിയ ആളുകളൊക്കെ ആഘോഷിച്ചു. കേരളം ആഘോഷിച്ചിട്ടില്ല. കേരളത്തിന് അങ്ങനെ ആഘോഷിക്കാനുള്ള മനസ്സുമില്ല. ആദ്യം അവിടെ കൂടിയ ആളുകൾ, വളരെ പ്രധാനപ്പെട്ട ആളുകളെക്കുറിച്ച് പറഞ്ഞാൽ, CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPIMൻ്റെ നേതാവും രാജ്യസഭാ MPയുമായ AA റഹീം, മറ്റൊന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ശിവൻകുട്ടി അപ്പൂപ്പനുമാണ്. മറ്റുള്ള പ്രഗത്ഭർ ആരൊക്കെ ആയിരുന്നുവെന്ന് ഇനി അങ്ങോട്ടുള്ള പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കേണ്ടതാണ്. മറ്റുള്ള VIPകൾ അവിടെ ഉണ്ടായിരിക്കാനുള്ള സാധ്യത തന്നെയാണ് 100%. കാരണം ഇങ്ങനെ ഒരു വിവാഹത്തിന് കാർമ്മികത്വം കൊടുത്ത ആളുകൾ അവിടെ ആ അണിയറയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നാം അനുമാനിക്കാൻ. വിഷയം നമ്മുടെ മൊണാലിസയുടെ വിവാഹമാണ്. മൊണാലിസ പ്രശസ്തയാവുന്നത് മധ്യപ്രദേശിൽ നടന്ന മഹാകുംഭമേളയിൽ ഒരു മാല വിൽപ്പനക്കാരിയായി എത്തി ആ പെൺകുട്ടിയുടെ വൈഡൂര്യ തിളക്കമുള്ള കണ്ണുകൾ ആകർഷിക്കപ്പെടുകയും പിന്നീട് അങ്ങോട്ട് ഒരു ചെറിയ കാലഘട്ടം ആ പെൺകുട്ടിയുടെ ഒരു നല്ല ജീവിതകാലം തുടങ്ങി അവസാനിക്കുകയുമായിരുന്നു. അതിപ്പോൾ അവസാനിച്ച മട്ടാണ്. അതിൽ പരം പരിവേഷമൊന്നും മൊണാലിസയ്ക്ക് നമ്മുടെ രാജ്യത്തില്ല, നമ്മുടെ സംസ്ഥാനത്തില്ല. മൊണാലിസ ഒരു കൊച്ചു പെൺകുട്ടിയാണ്. 16 വയസ്സാണ് പ്രായമെന്ന് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ തെളിവെടുപ്പിൽ ഇന്നത്തെ ഈ ദിവസം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് അവൾ പ്രശസ്തയായതിനു ശേഷം, പറഞ്ഞല്ലോ, കണ്ണുകളുടെ വൈഡൂര്യ തിളക്കം കൊണ്ട് മാത്രം പ്രശസ്തയായ ഒരു പെൺകുട്ടിയാണ്. അതിൽ പരം പരിവേഷമൊന്നും ആ പെൺകുട്ടിക്കില്ല. വിദ്യാഭ്യാസമില്ല, സാമൂഹിക പശ്ചാത്തലങ്ങളായി മറ്റൊന്നുമില്ല, കുടുംബത്തിൻ്റെ മഹിമകളൊന്നും പൊതു സമൂഹത്തോട് വിളിച്ചു പറയാനില്ല. സർവ്വസാധാരണക്കാരായ തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി പ്രശസ്തയായതിനു ശേഷം മഹാരാഷ്ട്ര സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ഒരു മുസ്ലിമാണ്. ആ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ എങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ളതൊക്കെ ഇനി അങ്ങോട്ടുള്ള അന്വേഷണത്തിൽ വ്യക്തമാകേണ്ട കാര്യമാണ്. ഇതൊക്കെ അന്വേഷിക്കാനുള്ള ഒരു അവസരം നമ്മുടെ കേരള പോലീസിനുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് എന്നറിയില്ല, കേരള പോലീസ് അത്തരം അന്വേഷണങ്ങളിലേക്കൊന്നും പോയില്ല. ആ പെൺകുട്ടിയും അവളുടെ കാമുകനായി അവിടെ വന്നു ചേർന്ന ഈ മുസ്ലിം ചെറുപ്പക്കാരനും എന്താണോ ആവശ്യപ്പെട്ടത് അത് ഭംഗിയായി നിറവേറ്റിക്കൊടുത്തു എന്നതാണ് കേരള പോലീസ്, തമ്പാനൂരിലെ പോലീസ് ആ ഘട്ടത്തിൽ ചെയ്തു പോയത്. അപ്പോൾ ഇവൻ ആരാണ് എന്നുള്ളൊരു അന്വേഷണവും ഉണ്ടായില്ല. ഇവൻ എങ്ങനെ ഈ പെൺകുട്ടിയെ കണ്ടുമുട്ടി, ഇവരെങ്ങനെ പ്രണയത്തിലായി, ഇതിന് വല്ല പിന്നാമ്പുറ കഥകളുമുണ്ടോ എന്നൊന്നും ഒരു അന്വേഷണവും ഉണ്ടായില്ല. അവർ പ്രണയത്തിലായിരുന്നു. തുടർന്ന് അവർ കേരളത്തിലേക്ക് വരുന്നു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം നേരെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ ഈ കാര്യം അവതരിപ്പിക്കുന്നു. പിന്നീട് അങ്ങോട്ട് നടന്നതൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്.
തൊട്ടു പിന്നാലെ ആ പെൺകുട്ടിയുടെ വിവാഹം ഞാൻ നേരത്തെ പറഞ്ഞ ഈ നായനാർ ക്ഷേത്രത്തിൽ വെച്ച് ഹിന്ദുമത ആചാരപ്രകാരം നടത്തപ്പെടുന്നു. ഈ മുസ്ലിം ചെറുപ്പക്കാരൻ നെറ്റിയിലൊരു സിന്ദൂരക്കുറിയൊക്കെ തൊട്ട് ഒരു മതേതരത്വ പരിവേഷമൊക്കെ സൃഷ്ടിച്ച് അങ്ങനെയാണ് അവിടെ ആ വിവാഹം ആഘോഷിക്കപ്പെടുന്നത്. അവിടെ എത്തിച്ചേർന്ന ആളുകളെപ്പറ്റി ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് ഒരു 1.5 മാസം പിന്നിട്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള ഒരു ആവശ്യം മധ്യപ്രദേശിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. സത്യത്തിൽ ഈ അന്വേഷണം ഉണ്ടാവേണ്ടിയിരുന്നത് കേരളത്തിൽ വെച്ചായിരുന്നു. കാരണം ആ കല്യാണത്തിൽ, ആ വിവാഹത്തിൽ പങ്കെടുത്ത 3 പ്രധാനികൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനെ, സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ്. രാജ്യത്താകമാനം പ്രസിദ്ധരായ ആളുകളാണ്. അവിടെ വെച്ചു തന്നെ ഈ അന്വേഷണം ആരംഭിക്കേണ്ടതായിരുന്നു. ഈ പെൺകുട്ടി അവിടെ എങ്ങനെ എത്തി? ആരാണതിന് പിന്നിൽ? എന്തുകൊണ്ട് CPM-ൻ്റെ നേതാക്കന്മാരും മന്ത്രിയുമൊക്കെ ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള അന്വേഷണമൊക്കെ ആ ഘട്ടത്തിൽ തുടങ്ങേണ്ടതായിരുന്നു. പക്ഷെ കേരളത്തിലെ വലിയ ആളുകൾ എന്ന് പറയപ്പെടുന്ന ഈ മതേതര ജീവികൾ ആരും അതേക്കുറിച്ച് അന്വേഷിച്ചില്ല, പ്രതികരിച്ചില്ല. വാർത്താമാധ്യമങ്ങളൊക്കെ, ദൃശ്യമാധ്യമങ്ങളൊക്കെ ആ ഘട്ടത്തിൽ മതേതരത്വ കേരളത്തിൻ്റെ പ്രശസ്തിയെക്കുറിച്ച് അങ്ങനെ ആഘോഷം തിമർത്താടുകയായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ച് അല്ലെങ്കിലും ആ മാധ്യമങ്ങളുടെ ഭാവിയെക്കുറിച്ചും വർത്തമാനത്തെക്കുറിച്ചും സാമാന്യ ചിന്താഗതിയുള്ള അരിയാഹാരം കഴിക്കുന്ന ആർക്കും കേരളത്തിൽ അങ്ങനെ ഒരു ചിന്താഗതിയില്ല. അവരെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ല. എല്ലാ ഘട്ടത്തിലും എല്ലാവരും കൂലിയെഴുത്തുകാരായി മാറുന്നു. ചില പ്രധാനികളുടെ കൂലിപ്പട്ടാളമായി മാറുന്നു. നിഷ്പക്ഷത എന്നതൊന്ന് തൊട്ടു തീണ്ടാത്ത ഈ മാധ്യമക്കൂട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതൊരു കാര്യവും വിവാദത്തോടെ ആഘോഷമാക്കുകയാണ്. അങ്ങനെ മാത്രം ഈ വിവാഹവും അവിടെ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ കേരളത്തിലുള്ള ചില ആളുകൾക്ക് ആ ഘട്ടത്തിൽ തന്നെ ഇതേക്കുറിച്ച് സന്ദേഹങ്ങളുണ്ടായിരുന്നു, സംശയങ്ങളുണ്ടായിരുന്നു. ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായോ? ഇനി പ്രായപൂർത്തിയായെങ്കിൽ തന്നെ ഇത്തരമൊരു വിവാഹത്തിന് ഈ VIP-കളുടെ നിര എങ്ങനെ ഉണ്ടായി? അതൊക്കെ സ്വാഭാവിക സംശയങ്ങളായും സാമൂഹ്യ മാധ്യമങ്ങളിലെ പരാമർശമായും എഴുത്തുകളായും ഒക്കെ അങ്ങനെ തേഞ്ഞുമാഞ്ഞു പോവുകയായിരുന്നു. ഈ സംഭവത്തിലെ പരാതിക്കാരൻ മധ്യപ്രദേശിൽ തന്നെയുള്ള അഭിഭാഷകനായ പ്രഥം ദുബെ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ നാളെ മുതൽ നാം കാണാൻ പോകുന്ന പൂരം ഈ പ്രഥം ദുബെ സംഘപരിവാരത്തിൻ്റെ ജിഹ്വയാണ്. മധ്യപ്രദേശിലും ഇന്ത്യയിലുമൊക്കെ സംഘപരിവാരത്തിനു വേണ്ടി കേസുകൾ വാദിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളിൽ പ്രധാനിയാണ് എന്നൊക്കെയാവും നാളെ മുതൽക്കുള്ള മാധ്യമ വിശകലനങ്ങൾ. പക്ഷേ ഇദ്ദേഹം ഒരു സാധാരണക്കാരനാണ്, പ്രഥം ദുബെ. കേരളത്തിൽ അരങ്ങേറിയ ഈ വാർത്തയെക്കുറിച്ച് സന്ദേഹിയായ ഈ മനുഷ്യൻ, ഒരു സാധാരണ അഭിഭാഷകനായ ഈ മനുഷ്യൻ പട്ടികവർഗങ്ങളുടെ ക്ഷേമവും മറ്റു കാര്യങ്ങളുമൊക്കെ അന്വേഷിക്കുന്ന കമ്മീഷനോട് ഈ സംഭവം ഒരു പരാതിയായി രേഖപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണ് അന്വേഷണം ഉണ്ടാകുന്നത്. ആ അന്വേഷണം ഇന്ന് എത്തി നിൽക്കുന്നത് പോക്സോ കേസിലാണ്. കേവലം 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയാണ് അന്ന് കേരളത്തിലെ ഈ പ്രധാനികളും തമ്പാനൂരിലെ പോലീസും ചേർന്ന് അന്യമതസ്ഥനായ, മുസ്ലിം എന്ന് ഞാൻ സംബോധന ചെയ്യുന്നില്ല, അന്യമതസ്ഥനായ ഒരു ചെറുപ്പക്കാരന് വിവാഹം ചെയ്തു കൊടുത്തത്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം വിവാഹങ്ങൾ ഒരുപാട് അരങ്ങേറാറുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ 10 മിനിറ്റിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് വിവാഹത്തെക്കുറിച്ചുള്ള ആലോചനകൾ, ആയിരക്കണക്കിന് വിവാഹത്തെക്കുറിച്ചുള്ള ആലോചനകൾ ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടാവും. അതൊരു സാധാരണ സംഭവം മാത്രമാണ്. പ്രായപൂർത്തിയായ ആളുകൾ ജാതിമത ഭേദമന്യേ വിവാഹം ചെയ്യുന്നു. അതൊരു പക്ഷേ ക്ഷേത്രങ്ങളിലാവാം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലാവാം, അങ്ങനെ എവിടെയും ആവാം.
രക്ഷിതാക്കളുടെ അനുമതി ഇക്കാര്യത്തിലൊന്നും നമ്മുടെ നിയമപ്രകാരം ആവശ്യമില്ല. പക്ഷെ പ്രായപൂർത്തിയായിരിക്കണമെന്ന് മാത്രം. ഇവിടെ പ്രായപൂർത്തിയായ കുട്ടിയായിരുന്നോ ഇത് എന്ന് അന്വേഷിക്കേണ്ടിയിരുന്നത് ഇവർ അഭയം ചോദിച്ചു വന്ന ആ പോലീസ് സ്റ്റേഷനിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായിരുന്നു. പക്ഷെ അവർ ഇപ്പോൾ പറയുന്നു പെൺകുട്ടിയുടെ ആധാർ കാർഡ് കൈവശമുണ്ടായിരുന്നു. ഈ ആധാർ കാർഡ് പ്രകാരം പെൺകുട്ടി പ്രായപൂർത്തിയായ കുട്ടിയായിരുന്നു. എത്ര അജ്ഞമായ നിയമമാണ് ഇവരൊക്കെ പഠിച്ചു വച്ചിരിക്കുന്നത് എന്നാലോചിക്കുമ്പോൾ നമ്മുടെ സംവിധാനത്തെക്കുറിച്ച് തന്നെ അപമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രക്രിയയായി മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. ആധാർ കാർഡ് എന്ന് പറയുന്ന ആ രേഖ ഇന്ത്യ രാജ്യത്തെ ഒരു പൗരൻ്റെയും ജനനത്തീയതി അടയാളപ്പെടുത്താനുള്ള രേഖയല്ല എന്ന് സുപ്രീം കോടതി തന്നെ പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ ജനനത്തീയതി രേഖപ്പെടുത്താൻ, ജനനത്തീയതി അവകാശപ്പെടാൻ ഒരു രേഖയായി ആധാർ കാർഡിനെ കാണാൻ വേണ്ടി കഴിയില്ല. ഇത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇനി അത് ശരിയാണ്, ആ രേഖ ശരിയാണ് എന്ന് തന്നെ നാം വിലയിരുത്തുക. ഈ ആധാർ കാർഡ് ജനന തീയതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് സ്വീകാര്യമായ, നിയമപരമായി സ്വീകരിക്കാവുന്ന ഒരു രേഖയാണ് എങ്കിൽ തന്നെ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ ബന്ധപ്പെടുക എന്നുള്ളൊരു സാമാന്യ മര്യാദയായിരുന്നു. അതൊരു പക്ഷേ നിയമത്തിനപ്പുറമായിരിക്കാം. കാരണം ഇതൊരു പെൺകുട്ടിയാണ്. നടക്കാൻ പോകുന്ന ഈ വിവാഹം മറ്റേതെങ്കിലും ശ്രേണിയിലൂടെ കൈവിട്ടു പോകുന്നൊരു ഘട്ടമുണ്ടാവുമ്പോൾ നശിച്ചു പോകുന്നത് ഈ പെൺകുട്ടിയുടെ ജീവിതമാണ് എന്ന് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ടതായിരുന്നു. അതാണ് ഒരവസരത്തിൽ ഞാൻ പറഞ്ഞത്, ഈ പെൺകുട്ടി വിദ്യാസമ്പന്നയല്ല, സ്കൂളിൽ തന്നെ പോയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തനീയമാണ്. എൻ്റെ ഓർമ്മ, ആ കുംഭമേളയിൽ ഒരു മാല വിൽപ്പനക്കാരിയായി എത്തിയ സമയത്ത് പത്രമാധ്യമങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സ്കൂളിൽ പോയിട്ടില്ല, വിദ്യാഭ്യാസമില്ല എന്ന് ആ കുട്ടി പറഞ്ഞതായി ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി പറയുന്ന വാക്കുകൾ വിശ്വസിച്ച് ഇത്തരത്തിൽ ജിഹാദി പരിവേഷമുള്ള ആളുകൾക്ക് അതിനെ സംഭാവന ചെയ്യുന്ന ഒരു പണിയായി പോയില്ലേ ആ വിവാഹം? ഇനി അതവിടെ നിൽക്കട്ടെ. മധ്യപ്രദേശും മഹാരാഷ്ട്രയും രണ്ട് സംസ്ഥാനങ്ങളാണ്, ഒരു നാട് പോലുമല്ല. നമ്മുടെ പഞ്ചായത്തിലെ 2 വാർഡുകളിൽ നിന്ന് പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അതേക്കുറിച്ച് അന്വേഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ രാജ്യത്തെ വലിയ 2 സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശും മഹാരാഷ്ട്രയും. ആ മഹാരാഷ്ട്ര സ്വദേശിയാണ് ഈ പയ്യൻ. ഈ ഘട്ടത്തിൽ ഞാൻ ചോദിക്കുന്നു, ഈ പയ്യനെക്കുറിച്ച് ആധികാരികമായ എന്തെങ്കിലും വിവരങ്ങൾ അന്നത്തെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കൈവശമുണ്ടോ? അത്തരത്തിലുള്ള എന്തെങ്കിലും രേഖകൾ അവർ വാങ്ങിവെച്ചിട്ടുണ്ടോ? ഇയാൾ ആരാണ്? ഇയാൾ എവിടത്തുകാരനാണ്? ഇയാൾ എന്താണ്? ഇനി ഇന്ത്യക്കാരൻ തന്നെയാണോ? ഇയാൾ മധ്യപ്രദേശുകാരൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇയാൾ ഇന്ത്യക്കാരൻ തന്നെയാണോ? വല്ല പാകിസ്ഥാനിയോ ബംഗ്ലാദേശിയോ അങ്ങനെ ഏതെങ്കിലും ജിഹാദി കൂട്ടത്തിൻ്റെ വക്താവാണോ ഇയാൾ? ഒരു രേഖ വേണ്ടേ? അപ്പോൾ ആ സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നാം ഇനി അധികം സഞ്ചരിച്ചതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം ആ വിവാഹം കഴിഞ്ഞു, ആ പെൺകുട്ടി ഈ ചങ്ങാതിയോടൊപ്പം കുറേ ദിവസങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവരിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് തന്നെ അവർക്ക് മാത്രം അറിയാവുന്ന ഒരു സ്ഥിതിയായി മാറി. നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ അപര്യാപ്തതയാണ് ഇതൊക്കെ. വിവാഹശേഷം അവരെവിടെ പോകുന്നു, എന്തു ചെയ്യുന്നു, അതൊന്നും അന്വേഷിക്കേണ്ട ബാധ്യത നിയമപരമായില്ല. ഒരുപക്ഷെ സമൂഹത്തിനുണ്ടായിരിക്കാം, അവരുടെ കുടുംബത്തിനുണ്ടായിരിക്കാം. പിന്നീട് മറ്റു പല കാഴ്ചകളും നാം കണ്ടു. ആ പെൺകുട്ടിയുടെ അച്ഛൻ, ആ പെൺകുട്ടിയുടെ കുടുംബം അന്നാട്ടിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കറിയുന്ന രംഗങ്ങളൊക്കെ നാം കണ്ടു. എൻ്റെ മകളെ വശീകരിച്ച് കൊണ്ടുപോയതാണ്, ഇതാരാണ് എന്താണ് എന്നൊന്നും ഞങ്ങൾക്കാർക്കും അറിയില്ല, ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് എൻ്റെ മകളെ, അതിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. കേരളം പോലൊരു സംസ്ഥാനത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു ദുരന്തമുണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ ആ അച്ഛൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുന്ന രംഗമൊക്കെ നാം കണ്ടു കഴിഞ്ഞതാണ്.
ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം കേരളത്തിലുണ്ടായോ? ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുന്നത് അന്നത്തെ ആ വിവാഹത്തിന് ശേഷം മാധ്യമങ്ങൾ എം വി ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറയുന്നൊരു ഉത്തരവുണ്ട്. ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും സ്നേഹിക്കുന്നു, അവർ പ്രണയത്തിലാവുന്നു. അവരുടെ നാട്ടിൽ അവർ സുരക്ഷിതരല്ല എന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് സുരക്ഷിതമായിരിക്കാൻ പറ്റിയ ഒരേ ഒരിടം കേരളമാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടതിന് അടിസ്ഥാനത്തിലാണ് അവർ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ നാം സ്വീകരിക്കണ്ടേ? ഇതായിരുന്നു ചോദ്യം. അത് അംഗീകരിക്കാം. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ കേരളം ഇത്രയേറെ ശുദ്ധാത്മാക്കളുടെ നാടാണ് എന്ന് ഈ ലെവനോടും ആ പെൺകുട്ടിയോടും പറഞ്ഞുകൊടുത്ത അപ്രത്യക്ഷരായി നിൽക്കുന്ന ആളുകൾ ആരായിരുന്നു? അങ്ങനെ ഒരാൾക്കൂട്ടം ഉണ്ടാവുമല്ലോ. മഹാരാഷ്ട്രയിലെ കോടിക്കണക്കിന് ആളുകൾക്കിടയിൽ ഒരു സാധാരണ പൗരനായി ജീവിക്കുന്ന ഈ ചെറുപ്പക്കാരന് കേരളത്തെക്കുറിച്ച് ഒരു പുല്ലും അറിയില്ല. എന്തെങ്കിലും തൊഴിലിനോ മറ്റെന്തെങ്കിലും കാര്യത്തിനു വേണ്ടി ഒരു പക്ഷേ മുൻകാലങ്ങളിൽ കേരളത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്താണ് കേരളം എന്നതിനെക്കുറിച്ച് ആ ചങ്ങാതിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. കേരളവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ആളുകൾ ഈ ചങ്ങാതിയുടെ കസ്റ്റഡിയിലുണ്ട്, അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിലാണ് ഈ വിദ്വാൻ. ഏതായാലും മൊണാലിസയുടെ താല്പര്യപ്രകാരം ഒരു കാരണവശാലും അവർ കേരളത്തിലേക്ക് എത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം മൊണാലിസയ്ക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ചോ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചോ കേരളത്തെക്കുറിച്ചോ അവരുടെ നാടിനെക്കുറിച്ചോ പോലും വ്യക്തമായ ബോധവും വിവരവും ഇല്ലാത്തൊരു പെൺകുട്ടി, ഒരു പാവം പെൺകുട്ടി. ഞാൻ അവരെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി പറയുന്നതല്ല. അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെയും സാമൂഹ്യ പശ്ചാത്തലത്തിൻ്റെയും കുറവ് കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി കേരളം തിരഞ്ഞെടുക്കും എന്ന് നാം കരുതണം. അപ്പോൾ കേരളം തിരഞ്ഞെടുത്തത് ആ വിദ്വാനാണ്. കേരളം തിരഞ്ഞെടുക്കാൻ അവനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഈ കേരളത്തിൽ തന്നെയുണ്ട്. അതാരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനിയുള്ള അന്വേഷണങ്ങൾ വേണ്ടത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ മധ്യപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമൊക്കെ കേരളം മതേതരത്വത്തിൻ്റെ വലിയ സങ്കല്പ ഭൂമിയാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എന്നൊന്നും കരുതി ഇതുപോലെയുള്ള ആളുകളൊന്നും കേരളത്തിലേക്കെത്തും, എനിക്ക് എത്തിയാൽ തന്നെ ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ അനുഗ്രഹ ആശംസകളോട് അത്തരം വിവാഹങ്ങൾ നടക്കുമെന്നൊന്നും പറയുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും സാധാരണ മനുഷ്യർക്കെല്ലാം പരിമിതികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢമായ ലക്ഷ്യം, ഒരു ഗൂഢമായ അജണ്ട അരങ്ങേറിയിരിക്കുന്നു എന്നത് തന്നെയാണ് വാസ്തവം. ഒരു നിഗൂഢമായ അജണ്ട ഈ വിവാഹവുമായി ബന്ധപ്പെട്ടതിൻ്റെ പിന്നിൽ അരങ്ങേറിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് തന്നെ നീങ്ങിയ കരുക്കളാണ് ഈ വിവാഹത്തിലേക്ക് കലാശിച്ചത്. അപ്പോൾ കേരളവുമായി മൊണാലിസയെ വിവാഹം ചെയ്ത ഈ പയ്യന്, ഈ ചെറുപ്പക്കാരന് അഭേദ്യമായ ബന്ധങ്ങളുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നാം മനസ്സിലാക്കണം. അത് രാഷ്ട്രീയമായ ബന്ധങ്ങളാണോ, ഇനി മതമൗലികവാദവുമായി ബന്ധപ്പെട്ട സംശയിക്കാമല്ലോ, അത്തരം ബന്ധങ്ങളാണോ, ഇനി മറ്റു വലിയ സാമ്പത്തിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളാണോ? സാധ്യതകൾ ഒരുപാടുണ്ട്. ആ ബന്ധങ്ങൾ സമർത്ഥമായി ഉപയോഗപ്പെടുത്തി അവൻ ഈ പെൺകുട്ടിയെ കൂട്ടി കേരളത്തിലേക്ക് എത്തി എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല, ഈ വിവാഹത്തിന് മുമ്പും ഇതിന് ശേഷവും തിരുവനന്തപുരത്ത് തന്നെ ഇതുപോലെയുള്ള എത്ര രജിസ്റ്റർ മാരേജുകൾ നടന്നിട്ടുണ്ടായിരിക്കും? യുവതി യുവാക്കളൊക്കെ നാട്ടിലുണ്ടല്ലോ. തദ്ദേശീയരും വിദേശീയരും ഒക്കെയായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരൊക്കെ കല്യാണം കഴിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്, കാമുകന്മാരാണ്. ഇതൊക്കെ സർവ്വസാധാരണങ്ങളാണ്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി നടന്ന ഒരു പ്രേമ കല്യാണമാണോ മൊണാലിസയുടെയും ഈ പയ്യൻ്റെയും കല്യാണം? ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഈ വിവാഹത്തിൽ ഇത്രയധികം ആവേശത്തോടു കൂടി ഇവർ പങ്കെടുത്തു എന്നുള്ളൊരു ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്.
ആരാണ് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവരെ ക്ഷണിച്ചത്? ചെറിയ ആളുകളൊന്നുമല്ല. ഒന്ന് നമ്മുടെ മന്ത്രിയാണ്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രിയാണ് ശിവൻകുട്ടി. മറ്റൊന്ന് രാജ്യസഭാംഗമാണ് റഹീം. മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ചെറിയ ആളൊന്നുമല്ല. ആരുടെ നിർദ്ദേശപ്രകാരം, ആരുടെ ക്ഷണപ്രകാരമാണ് ഇവർ ഈ വിവാഹത്തിൽ പങ്കെടുത്തത്? ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ ഏതൊരു അന്വേഷണ കമ്മീഷനേക്കാൾ ബാധ്യതപ്പെട്ട ആളുകൾ ഇവർ തന്നെയാണ്. ഒരു സാധാരണ സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് ഈ അരങ്ങേറിയതൊക്കെയും. മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും അത്തരം കാഴ്ചകളുണ്ടോ, അത്തരം വാർത്തകളുണ്ടോ എന്നതൊക്കെ മറ്റു ചോദ്യങ്ങളാണ്. നാം ഒരു നാടിനെയും ഈ കാര്യത്തിൽ കമ്പയർ ചെയ്യേണ്ട, താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ കേരളത്തിലുണ്ട്. ജാതി മതങ്ങൾക്ക് അതീതമായി ആത്മാർത്ഥ ദിവ്യ പ്രണയങ്ങളൊക്കെ ഉണ്ടാകുന്നത് വാസ്തവം. നടന്നോട്ടെ, ജീവിച്ചോട്ടെ. അതിലപ്പുറം മതപരമായ പരിവേഷങ്ങൾക്ക് വേണ്ടി മാത്രം നടക്കുന്ന വിവാഹങ്ങൾ, താൽക്കാലിക വിവാഹങ്ങൾ കേരളത്തിലുണ്ട് എന്ന് നിയമസഭയിൽ തന്നെ പി സി ജോർജിനെ പോലെയൊക്കെയുള്ള മുൻകാല MLA-മാർ നമ്മുടെ നിയമസഭകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നടക്കുന്നുണ്ട്. അതിനെ ലവ് ജിഹാദ് എന്നോ ഇനി മറ്റെന്ത് പേരാണ് വിളിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് മറ്റു ചോദ്യങ്ങളാണ്. ലവ് ജിഹാദ് ഇല്ല എന്നൊരിക്കൽ നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികൾ അഭിപ്രായപ്പെട്ടപ്പോൾ കോടതികൾ അഭിപ്രായപ്പെട്ടത് ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു സംഭവം നടക്കുന്നില്ല എന്നാണ്. ഉണ്ടാവില്ല. കോടതിക്ക് കിട്ടിയ വിവരങ്ങളനുസരിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. പക്ഷെ ജിഹാദ് എന്നതൊരു സൂക്തമാണ്, സൂക്തവചനമാണ്. അത് നിലവിലുണ്ട് എന്നുള്ളത് വാസ്തവവുമാണ്. പണ്ടൊരു ബിഷപ്പ് ലവ് ജിഹാദിന് തൊട്ടു പിന്നാലെ നാർക്കോട്ടിക് ജിഹാദിനെ പറ്റി സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ഇവിടെ പുകിൽ, എന്തായിരുന്നു ഇവിടെ കോലാഹലം? നാർക്കോട്ടിക് ജിഹാദോ? അങ്ങനെയൊന്നും ഉണ്ടോ? ഇതാ ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളം ജില്ലയിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ, ഒരു പെൺകുട്ടി മരണപ്പെട്ടുവല്ലോ. ഒരു നേഴ്സായി പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടി. എന്താണ്, മന്തി കഴിച്ച ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചു എന്ന് ആശുപത്രിയിൽ പറയുന്നു. ആശുപത്രി അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കുന്നു, സംസ്കാരം നടക്കുന്നു. പിന്നീട് അതേക്കുറിച്ച് ആശങ്കാജനകമായ ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. എന്തേ കേരളം ചർച്ച ചെയ്യുന്നില്ല? അതിന് പിന്നിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് ഒരു കൂട്ടർ പറയുന്നു. ഇതൊക്കെ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ക്രീഡകളാണ് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ ആരില്ല എന്ന് പറഞ്ഞാലും ഇതൊക്കെ ഉണ്ട്. കേരളീയ സമൂഹത്തിൽ ഇതൊക്കെ ഉണ്ട്. ഇതിനൊക്കെ മേലങ്കി ചാർത്തിക്കൊണ്ട് ഒരു മതം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അക്കാര്യത്തിൽ സംശയത്തിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. അഖിലയുടെ കേസ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അഖില, ആ പെൺകുട്ടി സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ആ ജിഹാദിയുടെ ഭാര്യയായി കുറച്ചു കാലമെങ്കിലും ജീവിക്കേണ്ടി വന്നത്. ആ വിവാഹം വഴിവക്കൽ എവിടെയോ ഉപേക്ഷിക്കപ്പെട്ടു. അവനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പിന്നീട് ആ പെൺകുട്ടിയെ കുറിച്ചും യാതൊരു വിവരവുമില്ലാതായി. ആരൊക്കെയോ അന്വേഷിക്കുന്നു. കുട്ടിയുടെ അച്ഛനും അമ്മയും ഒറ്റ മകളായിരുന്നു. നീതിക്ക് വേണ്ടി നമ്മുടെ തെരുവുകളിൽ, നമ്മുടെ ന്യായ കാര്യാലയങ്ങളുടെ പരിസരങ്ങളിൽ വർഷങ്ങളോളം ഓടി അലഞ്ഞു. നീതി കിട്ടിയോ? അവസാനം ഇപ്പോൾ മറ്റേതോ ഒരു വിദ്വാൻ്റെ ഭാര്യയായി ആ കുട്ടി തിരുവനന്തപുരത്തോ മലപ്പുറത്തോ എവിടെയോ ജീവിക്കുന്നുണ്ട് എന്ന് ആരോ പറഞ്ഞു കേൾക്കുന്നു. വാസ്തവം ആർക്കറിയാം? കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആ പെൺകുട്ടിയുടെ അമ്മ മരണപ്പെട്ടു. ആ പെൺകുട്ടിക്ക് സ്വന്തം അമ്മയുടെ മൃതദേഹം കാണാൻ പോലുമുള്ള അനുമതി ഉണ്ടായില്ല. മതമാണ് പ്രശ്നം.
സ്വന്തം മകളുടെ ഒരു വേർപാട് തന്നെയായിരുന്നു അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടി. അതിൽ ഉരുകിത്തീർന്ന് മാനസിക രോഗിയായി വിഭ്രാന്തമായ ഒരു ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിലാണ് ആ അമ്മ മരണപ്പെടുന്നത്. മതേതരത്വമൊക്കെ പ്രസംഗിക്കുന്ന ആളുകൾ, അത് ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വക്താക്കളായാലും, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തമ്മാടിത്തരങ്ങളെക്കുറിച്ചും തോന്നിവാസങ്ങളെക്കുറിച്ചും സ്വന്തം നിലയിലെങ്കിലും ഒന്ന് ഇരുത്തി ആലോചിക്കണ്ടേ? ആരെ പ്രീണിപ്പിക്കാനാണ് ഈ അഭ്യാസ പ്രകടനം? ഇപ്പോൾ മൊണാലിസയുടെ വിവാഹം തന്നെ തിരുവനന്തപുരത്ത് ഇത്ര ഗംഭീരമായി ആഘോഷിച്ചത് ഏതും മതത്തെ പ്രീണിപ്പെടുത്താനാണ്? അങ്ങനെയൊന്നും ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തെ പ്രീണിപ്പെടുത്താൻ വേണ്ടി, അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അവരുടെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടി, ഞങ്ങളിതാ വലിയ മതേതര ജീവികളാണ്, ഞങ്ങൾക്ക് വളരെ സന്തോഷമുളവാക്കിയ ഒരു കാര്യമാണ് ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി നിങ്ങളുടെ കൂടെയുള്ള ഒരു പയ്യനോടൊപ്പം ഒളിച്ചോടി ഇവിടെ എത്തിയിട്ടുണ്ട്, അവരുടെ വിവാഹം ഞങ്ങൾ ഭംഗിയായി നടത്തിക്കൊടുത്തു. കയ്യടി നേടാൻ വേണ്ടി ചെയ്ത പണിയാണ്. പക്ഷെ കയ്യടി നേടാൻ വേണ്ടി ചെയ്ത പണിക്കുള്ളിൽ ഒളിഞ്ഞു കിടന്നിരുന്ന കെണി നിങ്ങൾ മനസ്സിലാക്കിയില്ല. നിങ്ങളെ അപകടത്തിൽപ്പെടുത്തിയതാണ്, നിങ്ങളെ കെണിച്ചതാണ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അതല്ല എന്ന് പറയാൻ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സാധിക്കില്ല. ആരാണ് നിങ്ങളെ അവിടേക്ക് ഈ വിവാഹ മണ്ഡപത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയത് എന്നതിന് ഉത്തരം നിങ്ങൾ തന്നെ നൽകേണ്ടി വരും. ഒരാൾ ക്ഷണിക്കാതെ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. ഈ രണ്ട് കൂട്ടരുടെയും രക്ഷിതാക്കൾ ആ പ്രദേശത്തില്ല. അവർ ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ആരുടെ കാർമ്മികത്വത്തിലായിരുന്നു വിവാഹം? ആരാണ് നിങ്ങളെ ക്ഷണിച്ചത്? അവിടെ കാർമ്മികത്വത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ ആരൊക്കെയായിരുന്നു? അതിൽ ജിഹാദികൾ ഉണ്ടായിരുന്നു. 2047 ഇന്ത്യ രാജ്യത്തിൻ്റെ അധികാര ഭാഗത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്, അതോടുകൂടി രാജ്യം സമൃദ്ധമാകും എന്ന് പറയുന്ന ആളുകൾ, ഈ മതസ്നേഹികൾ അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരിക്കുമല്ലോ. ഏതായാലും നിങ്ങൾക്കിതൊരു സുവർണാവസരമാണ്. എന്താണ് കേരളത്തിൽ നടന്നത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, മുൻകാലങ്ങളിൽ നടന്നത് എന്നൊക്കെ നിയമ സംവിധാനത്തിന് മുന്നിൽ രേഖപ്പെടുത്താനും അടയാളപ്പെടുത്താനുമുള്ള ഒരു അവസരമാണ് എൻ്റെ ബഹുമാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നിങ്ങൾക്കിപ്പോൾ കൈവന്നിരിക്കുന്നത്. പോസ്കോ കേസ് വേറെ വരും, അത് വരാതിരിക്കാൻ നിർവാഹമില്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഈ പയ്യൻ ഈ പെൺകുട്ടിയെ എങ്ങനെ കണ്ടെത്തി എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം നിങ്ങൾ തന്നെ പറയേണ്ടി വരും. അതാണ് നമ്മുടെ നീതിന്യായ സംവിധാനം. കേരളത്തിലെ പൊതുസമൂഹത്തിനോട് നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തേണ്ടി വരും. ഇത് ചെറിയ വിഷയമല്ല. ഇവിടെ സംഭവിച്ചത് മതപ്രീണനമാണ്, മതസൗഹാർദ്ദമല്ല. യാതൊരു മതേതരത്വവും ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. ഇത് അന്ധമായ, കണ്ണു കാണാത്ത മതപ്രീണനത്തിന് വേണ്ടിയാണ് ആ പെൺകുട്ടിയെ നിങ്ങൾ ബലിയാടാക്കിയത് എന്ന് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിച്ചു എന്ന് വരില്ല. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം നിങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ മാപ്പ് തരില്ല എന്ന് മാത്രം ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നു. വിഷയങ്ങൾ പിന്നാലെ വരട്ടെ, ബാക്കി നമുക്ക് അടുത്ത ഘട്ടത്തിൽ സംസാരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.